എടാ ലൈഫിൽ സൂപ്പർമാൻ ഒന്നും ഇല്ലടേ. നിങ്ങളിങ്ങനെ ഭയങ്കര വീക്കാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളോട് ആർക്കും ഇഷ്ടമൊന്നും തോന്നത്തില്ല. അതൊക്കെ നിങ്ങളുടെ പൊട്ട ബുദ്ധിയാണ്, നിങ്ങളുടെ വെറും ചിന്തയാണ്. നമ്മുടെ ചുറ്റുമുള്ള ചുമ്മാ വെറുതെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പാർട്ട്ണറായിട്ടൊരാളെ നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യം? നിങ്ങളുടെ ഇമോഷൻസിന് താങ്ങാനാകാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വല്ലാത്തൊരു വീക്ക് ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിങ്ങൾക്കൊരു തണലാകാനൊക്കെയാണ് നിങ്ങളൊരു പാർട്ണറെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം വീക്കായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആർക്കും ഇഷ്ടം തോന്നുന്നതാണ്. ലൈഫിൽ സൂപ്പർമാനായിട്ടൊന്നും ആരും വരില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കുഞ്ഞു കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളിൽ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ വിലയും കളഞ്ഞ് എനിക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർത്ത് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം പോലും അഭിമുഖീകരിക്കാൻ പറ്റില്ല, എല്ലാത്തിനും അവൾ വേണം അല്ലെങ്കിൽ അവൻ വേണം എന്നൊരവസ്ഥയുണ്ടാക്കി നിങ്ങൾ വീക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ മറ്റേയാളെ വെറുപ്പിക്കണമെന്നേ. അതാണ് സത്യം പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. പാവം കുട്ടിയായിരിക്കണം എന്ന കോൺസെപ്റ്റ് ഒന്നും ആർക്കും ഇല്ല. അല്ലെങ്കിൽ ഒരു പാവം പയ്യനായിരിക്കണം, അങ്ങനെയൊന്നും ആർക്കും ഇല്ല. സ്ട്രോങ് ആയിരിക്കണം. ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരം തുണയാകാനും ഇണയാകാനുമായിട്ടാണല്ലോ ഒരുമിക്കുന്നത്, അല്ലേ? ഒരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് ധൈര്യമായിട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടല്ലേ രണ്ടുപേരും ഒരുമിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് എന്തോരം പവറാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് കരച്ചില്, മൂക്കൊലിപ്പിക്കല്, ആകെ പ്രശ്നം, വിഷയം, അത് ചെയ്തു പീച്ചി മാന്തി നുള്ളി. ഇതിൽ നിങ്ങൾ തന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ തീരെയും സ്ട്രോങ് അല്ല, ഒരു വലിയ ഇഷ്യൂ എന്നല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ണർക്ക് എന്ത് തോന്നും? നിങ്ങളിപ്പോൾ കരഞ്ഞും വിളിച്ചു ഇരിക്കുന്നു, അപ്പൊ നിങ്ങളുടെ പാർട്ണർക്ക് എന്ത് തോന്നും? സ്വാഭാവികമായിട്ടും തോന്നും, തോന്നടേ ഇത് ഒരു പ്രശ്നത്തിനെ നേരിടാൻ അറിയുള്ളടേ എന്നല്ലേ തോന്നുള്ളൂ. അതെന്തിനാ നിങ്ങളെ അങ്ങനെ ഇമേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അത് വേണ്ട. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് കാണിക്കും. നിങ്ങൾ സ്ട്രോങ് ആണ് സത്യത്തിൽ. നിങ്ങളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഒരു കൂട്ടിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾ കാണിക്കാതിരിക്കൂ. അങ്ങനെ കാണിക്കാതിരിക്കുമ്പോൾ ഈ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, നമുക്കൊരു ചിത്രശലഭത്തിനെ പിടിക്കാനുള്ളൊരു രീതി, നമ്മൾ ആ ചിത്രശലഭത്തിന്റെ പുറകെ പോവുക എന്നുള്ളതാണ്. നമ്മളിതിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പറഞ്ഞോളെ, അല്ലേ? അതേസമയം എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ സമാധാനമായിരിക്കൂ, ഒരു വസന്തത്തിന്റെ നടുവിൽ നിങ്ങളായിരിക്കൂ, പൂമ്പാറ്റ നിങ്ങളിലേക്ക് വന്നിരുന്നോളും. അതുകൊണ്ട് ഈ അയ്യോ ഞാൻ വീക്കാണ് എന്ന ഇമേജ് കാട്ടണം. എന്നിട്ട് നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങളിലെ യഥാർത്ഥ ആ ഒരു വ്യക്തിത്വം ഇല്ലേ, അതിനെ കുറച്ചുകൂടിയൊക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. എന്തോ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകരിച്ചാൽ നിങ്ങൾ സേവ് ചെയ്യൂ. അതല്ല എങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക്, നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുമെന്ന് തോന്നുന്ന ആൾക്ക് ഇത് അയച്ചു കൊടുക്കൂ. എന്നിട്ട് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് കയറി വായോ, വരകട്ടെ.